വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. ഞാൻ അഞ്ജലി കൃഷ്ണൻ. നമുക്ക് പ്രീ പ്രൈമറി നമുക്ക് നെക്സ്റ്റ് ഒരു എക്സാം വരുന്നുണ്ട്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ നമുക്ക് എക്സാം ഉണ്ടാവുന്ന PSC അറിയിപ്പ് തന്നിട്ടുണ്ട് അല്ലേ. നഴ്സറി ടീച്ചർ ആലപ്പുഴയാണ് വേക്കൻസി, 2 വേക്കൻസിയാണുള്ളത് എന്നൊക്കെ നമുക്കറിയാം. ഇതിൽ ഈ വീഡിയോ കാണുന്നവർ പലരും അപ്ലൈ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ PSC ഒരു മുന്നറിയിപ്പാണ് തന്നിരിക്കുന്നത്. ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എക്സാം ഉണ്ടാവും. പഠിക്കുന്ന ഒരു ടൈമിന്റെ ഒരു ലിമിറ്റേഷൻ ആണ് അല്ലേ നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാൻ സമയമായി എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങൾ ഫസ്റ്റിൽ പഠിക്കുമ്പോൾ എന്ത് ചെയ്യണം, പഠിക്കുന്ന ടോപ്പിക്സുകൾ പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ ക്വസ്റ്റ്യൻസ് കൂടി പഠിച്ചു പോകണം. കാര്യം ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ വെറുതെ ടോപ്പിക്സുകൾ കണ്ടന്റ് പഠിച്ചു പോയാൽ നമുക്ക് ആ ഏരിയയിൽ നിന്ന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കില്ല. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസുകൾ കൂടി നമ്മൾ പഠിച്ചാലാണ് നമുക്ക് അതിനനുസരിച്ച് ക്വസ്റ്റ്യൻ വരുമ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ ആൻസർ നമുക്ക് കിട്ടുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് ഏതൊക്കെ ഏരിയയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുക എന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുക, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ഏജൻസി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? NCTE, ഡയറ്റ്, NCERT, NIPCCD. ഏതായിരിക്കും വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം പ്രോത്സാഹിപ്പിക്കുക? ഏതായിരിക്കും അവിടെ ആൻസർ ആയിട്ട് വരുന്നത്? NCERT അല്ലെ. അത് നാഷണൽ ലെവലിലാണ് വരുന്നത് അല്ലെ. നാഷണൽ ലെവലിലാണ് നാഷണൽ ലെവല്. ഇനി ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ഡൽഹി ആണ് അല്ലെ ആസ്ഥാനമായിട്ട് വരുന്നത്. ഡൽഹി. ഇനി ഏത് വർഷമാണ് സ്ഥാപിച്ചത്? 1961 സ്ഥാപിച്ചത് NCERT. ഇനി NCERT പ്രവർത്തന മേഖല എന്തൊക്കെയായിരുന്നു? അത് ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലെ. വിദ്യാഭ്യാസ രംഗത്ത് ഗവേഷണം അല്ലെ പ്രോത്സാഹിപ്പിക്കുക, വിദ്യാഭ്യാസ നയം രൂപപ്പെടുത്തുക, സ്കൂൾ വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? അതായത് ദേശീയ ചട്ടക്കൂടുകൾ നിർമ്മിക്കുക അല്ലെ. ദേശീയ ചട്ടക്കൂട്, അതുപോലെ തന്നെ വേറെ എന്തൊക്കെയാണ്? കരിക്കുലം നിർമ്മിക്കുക. അതുപോലെ തന്നെ പ്രീ സ്കൂളുമായി ബന്ധപ്പെട്ട അവരുടെ ആ ഒരു പ്രവർത്തനങ്ങൾ കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പാഠ്യപദ്ധതി രൂപപ്പെടുത്തുക. ഇതൊക്കെ എന്താണ്? NCERTയുമായി റിലേറ്റ് ചെയ്ത് വരുന്നതാണ്. അതുപോലെ തന്നെ പഠന തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക, പഠന സാമഗ്രികൾ നിശ്ചയിക്കുക. ഇതൊക്കെ എന്താണ്? ഈ NCERTയുടെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ്. അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. ഇനി അപ്പോൾ നമുക്ക് ഇവിടെ ഈ ഏരിയ എന്ന് പറഞ്ഞാൽ ഏജൻസീസ് എന്ന് പറയുന്ന ഏരിയ ആണ്. അപ്പോൾ ഏജൻസീസ് വരുമ്പോൾ എഡ്യൂക്കേഷൻ ഏജൻസി NCERT, NIPCCD, SCERT, അതുപോലെ തന്നെ NCTE, ഡയറ്റ്, ഇതൊക്കെ നമ്മളവിടെ പഠിക്കണം. അതുപോലെ തന്നെ കുട്ടികളുടെ ക്ഷേമവുമായി ബന്ധപ്പെട്ട് വരുന്ന ഏജൻസീസുകൾ പഠിക്കണം. ശിശുക്കളുടെ ക്ഷേമ ഏജൻസികൾ ഏതൊക്കെയാണ്? നമുക്ക് UNESCO, UNO, ഇതൊക്കെ നമുക്കവിടെ പഠിച്ചു വെക്കേണ്ടതാണ്. യുണിസെഫ്, ഇതൊക്കെ അവിടെ പഠിച്ചു വെക്കേണ്ടത്. അതിൽ നിന്ന് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് അത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. NIPCCയുടെ പ്രവർത്തന വിഭാഗത്തിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പൊതുജന സഹകരണ വിഭാഗം, ശിശു വികസന വിഭാഗം, വിദ്യാഭ്യാസ നയരൂപീകരണ വിഭാഗം, പരിശീലന വിഭാഗം. ഏതാണ്? വിദ്യാഭ്യാസ നയ രൂപീകരണ വിഭാഗമാണ് പെടാത്തത് അല്ലെ. NIPCCയുടെ പ്രവർത്തനത്തിൽ പെടാത്തതായിട്ട് വരുന്നത്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. NIPCCയുടെ പ്രവർത്തന വിഭാഗങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? പൊതുജന സഹകരണ വിഭാഗം, ശിശു വികസന വിഭാഗം, വിദ്യാഭ്യാസ നയരൂപീകരണ വിഭാഗം, പരിശീലന വിഭാഗം. ഏതാണ്? വിദ്യാഭ്യാസ നയ രൂപീകരണ വിഭാഗം. എന്താണ് NIPCCD എന്ന് പറഞ്ഞാൽ? ഫുൾ ഫോം എന്താണ്? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പബ്ലിക് കോർപ്പറേഷൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്. അതാണ് NIPCCയുടെ ഫുൾ ഫോം. നിങ്ങൾ പഠിക്കുമ്പോൾ അതിന്റെ ഫുൾ ഫോം അടക്കം പഠിച്ചു വെക്കണം. ഇനി എന്തിനു വേണ്ടിയിട്ടാണ്? അതായത് ICDS പ്രവർത്തകർക്ക് അല്ലെ, ICDS പ്രവർത്തകർക്ക് പരിശീലനം നൽകുക, അവരുടെ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് NIPCCയുടെ പ്രവർത്തനം. അതുപോലെ തന്നെ പൊതുജന സഹകരണ വിഭാഗം, ശിശു വികസന വിഭാഗം, പരിശീലന വിഭാഗം, ഇതൊക്കെ എന്താണ്? NIPCCയുടെ വിഭാഗങ്ങളാണ്, പ്രവർത്തനങ്ങളിൽ പെടുന്നതാണ് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് ഓർക്കണം. ഇനി നെക്സ്റ്റ് വരുന്നത് നോക്കിക്കേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഏതാണ്? അങ്കണവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. നമുക്കറിയാം നഴ്സറി അതായതുകൊണ്ട് തന്നെ അങ്കണവാടികൾ, ബാലവാടികൾ, ICDS ഇതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ നിങ്ങൾ പഠിച്ചു വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കിക്കോളാം. അങ്കണവാടികൾ നൽകുന്ന സേവനങ്ങളിൽ പെടാത്തത് ഏത് എന്നാണ് ചോദിക്കുന്നത്. ആരോഗ്യ പരിശോധനാ വിഭാഗം, ഔപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം, പോഷകാഹാര പരിപാടികൾ, പ്രാഥമിക ആരോഗ്യ റെഫറൽ കേന്ദ്രങ്ങൾ. ഏതാണ്? ഔപചാരിക പ്രീ സ്കൂൾ വിദ്യാഭ്യാസം. അതാണ് അങ്കണവാടികളുടെ പ്രവർത്തനങ്ങളിൽ വരാത്തത് അല്ലെ. ഇപ്പൊ പ്രീ സ്കൂൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ
പറഞ്ഞാൽ ഒരു ഔപചാരികമായിട്ടുള്ളൊരു ഇതല്ല അല്ലെ, അല്ലെങ്കിൽ ഒരു പ്രവർത്തനമല്ല. മറിച്ച് എന്താണ്, അംഗനവാടികളുടെ പ്രവർത്തന മേഖലയിൽ വരുന്നത് ഏതൊക്കെയാണ്? ആരോഗ്യ പരിശോധന അല്ലെ, അതായത് കുട്ടികളുടെ ആരോഗ്യ പരിശോധന, അതുപോലെ തന്നെ ഗർഭിണികളുടെയും അതുപോലെ തന്നെ കുട്ടികളുടെയും മുലയൂട്ടുന്ന അമ്മമാരുടെയൊക്കെ ആരോഗ്യ പരിശോധന ഇതിൽ വരുന്നതാണ്, അംഗനവാടിയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പോഷകാഹാര പരിപാടികൾ, കുട്ടികൾ കറക്റ്റ് ആയിട്ടുള്ള പോഷകാഹാരങ്ങൾ വിതരണം ചെയ്യുക, അതും ഏതാണ്, അംഗനവാടികളുടെ പ്രവർത്തനങ്ങളിൽ മറ്റു പരിപാടികൾ നടത്തുക പോഷകാഹാരവുമായി ബന്ധപ്പെട്ട്, അത് അംഗനവാടികളുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ പ്രാഥമിക ആരോഗ്യ റഫറൽ കേന്ദ്രങ്ങളായിട്ട് പ്രവർത്തിക്കുക, ഇതും ഏതാണ്, അംഗനവാടികളുടെ പ്രവർത്തനങ്ങളിൽ വരുന്നതാണ്. ഇനി ഈ അംഗനവാടികൾ ഏതിന്റെ കീഴിലാണ്? ICDSന്റെ കീഴിലാണ്. അത് കറക്റ്റ് ആയിട്ട് ഓർത്ത് വയ്ക്കണം, ബേസിക് ആയിട്ടുള്ള കാര്യമാണ് അല്ലെ. ICDSന്റെ കീഴിലാണ് അംഗനവാടികൾ പ്രവർത്തിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം, പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? യുണിസെഫ്, യുനെസ്കോ, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ, റെഡ് ക്രോസ്. ഏതായിരിക്കാം പാരീസ് ആസ്ഥാനമായിട്ട് വരുന്നത്? യുനെസ്കോ അല്ലെ. യുനെസ്കോയാണ് പാരീസ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അന്തർദേശീയ വിദ്യാഭ്യാസ ഏജൻസി. ഇനി നിങ്ങൾ പഠിക്കുമ്പോൾ ഇതിന്റെ ഫുൾ ഫോമും കറക്റ്റ് ആയിട്ട് പഠിക്കണം. എന്താണ്? യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷൻ ആൻഡ് സയന്റിഫിക് കൾച്ചറൽ ഓർഗനൈസേഷൻ. അതാണ് എന്താ, യുനെസ്കോന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ അത് കറക്റ്റ് ആയിട്ട് പഠിക്കണം. അതിന്റെ പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഓർത്ത് വെക്കണം, പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അതിന്റെ ആസ്ഥാനം, യുനിസെഫിന്റെ ആയാലും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒക്കെ ആയാലും ആസ്ഥാനം കറക്റ്റ് ആയിട്ട് ഇവിടെ പഠിച്ചു വെക്കണം. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? പാരീസ് അല്ലെ. പാരീസ് എന്ന് പറഞ്ഞാൽ ആരുടെ ആസ്ഥാനമാണ്? യുനെസ്കോന്റെ ആസ്ഥാനമാണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളുക. തന്റെ പര്യാവരണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ട ദാർശനികൻ ആര് എന്നാണ് ചോദിക്കുന്നത്. ടാഗോർ, ജോൺ ഡുയി, റൂസോ, കൊമീനിയസ്. ഇവിടെ നമ്മൾ എന്താണ്, ഏത് ഏരിയയിൽ നിന്നുള്ള ചോദിക്കണം? ദാർശനികർ അല്ലെ. ഫിലോസഫിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ ദാർശനികരെ പറ്റി പഠിക്കാനുണ്ട്. ദാർശനികർ, ഇതിൽ നിന്ന് 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ചോദിച്ചു കണ്ടേക്കുന്നതാണ്, ഇമ്പോർട്ടന്റ് ആണ്. അവിടെ നമ്മൾ പാശ്ചാത്യ വിദ്യാഭ്യാസ ദാർശനികരുണ്ട്. ജോൺ ഡുയി, അതുപോലെ തന്നെ പെസ്റ്റലോസി, കൊമീനിയസ്, മറിയ മോണ്ടിസോറി, പ്ലേറ്റോ, റൂസോ, അരിസ്റ്റോട്ടിൽ, ഇവരെയൊക്കെ പറ്റി പഠിക്കണം. അതുപോലെ തന്നെ നമുക്ക് ഇന്ത്യൻ ദാർശനികരുണ്ട്. ടാഗോർ, മഹാത്മാഗാന്ധി, അരവിന്ദ ഘോഷ്, വിവേകാനന്ദൻ, ഇവരെയും പറ്റി പഠിക്കണം. മെയിൻ ആയിട്ട് ഇവിടെ നിന്ന് ചോദിച്ചു കണ്ടേക്കുക, അവർ ഓരോ ആളുകളും ഓരോ ദാർശനികനും പറഞ്ഞ വേർഡുകളാണ്. അതായത് വിദ്യാഭ്യാസത്തെ പറ്റി, അവരുടെ ദർശനങ്ങൾ എന്തൊക്കെയാണ്, കുട്ടികൾ എങ്ങനെയിരിക്കണം, അധ്യാപകർ എങ്ങനെയിരിക്കണം എന്നതിനെയൊക്കെ പറ്റി ഓരോ മഹത് വചനങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്, മഹതായിട്ടുള്ള വേർഡുകൾ പറഞ്ഞിട്ടുണ്ട്. അതാണ് കറക്റ്റ് ആയിട്ട് നിങ്ങളവിടെ പഠിച്ചിരിക്കേണ്ടത്. ആര് എന്ത് എപ്പോ പറഞ്ഞു എന്ന് കറക്റ്റ് ആയിട്ട് ഓർക്കണം. അപ്പൊ ഇവിടെ കൊടുത്തേക്കുന്നത് നോക്കിക്കോളാം, തന്റെ പര്യാവരണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? ജോൺ ഡുയി ആണ്. ഓർത്തു വെക്കുക, ജോൺ ഡുയി ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അത് അവരുടെ വേർഡാണ്. എന്താണ്? തന്റെ പര്യാവരണത്തെ ഫലപ്രദമായി ഉപയോഗപ്പെടുത്തി ഒരാളിലുള്ള എല്ലാ കഴിവുകളും വികസിപ്പിക്കലാണ് വിദ്യാഭ്യാസത്തിന്റെ ലക്ഷ്യം എന്നാണ് ആര് പറഞ്ഞിരിക്കുന്നത്? ജോൺ ഡുയി പറഞ്ഞിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞു പ്രീ പ്രൈമറി അല്ലെ, പ്രീ പ്രൈമറി എക്സാം, നഴ്സറി എക്സാം വന്നിരിക്കുന്നു. ആലപ്പുഴ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ എക്സാം ഉണ്ടാകും എന്ന അറിയിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് പഠിക്കാനായിട്ടുള്ള സമയമാണ്. നമുക്കിനി വളരെ കുറച്ച് മാസങ്ങളേ ഉള്ളൂ അല്ലെ. അപ്പൊ ഈ മാസങ്ങളിൽ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ ഏതെങ്കിലും ഒരു ദിവസമായിരിക്കും എക്സാം. അപ്പൊ നമുക്ക് ഡേറ്റ് നോക്കിയാൽ 2-3 മാസം, 3-4 മാസമേ നമുക്ക് പഠിക്കാനായിട്ടുള്ളൂ. നമുക്ക് ആ ഒരു എക്സാമിന്റെ അറിയിപ്പ് അല്ലെങ്കിൽ ആ ഒരു ഡേറ്റ് ഡിക്ലെയർ ചെയ്തതിന് ശേഷം പഠിക്കാനിരിക്കുകയാണെങ്കിൽ നമുക്കൊന്നും ആ ഒരു ടെൻഷനോ കാര്യങ്ങളോ ഒക്കെ ആയിട്ട് നമുക്കൊന്നും പഠിച്ചാലായിട്ട് നമുക്ക് തലയിൽ കയറില്ല. അപ്പൊ ഇപ്പോഴേ തൊട്ടേ നമ്മൾ പഠിച്ചെടുക്കണം. എന്നാലാണ് നമുക്ക് ഈ എക്സാം ക്രാക്ക് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. കാരണം കഴിഞ്ഞ തവണ പ്രീവിയസ് എക്സാംസിനൊക്കെ 50+ കട്ട് ഓഫ് വന്നിരിക്കുന്ന ഒരു എക്സാം ആണ് ഈ നഴ്സറി സ്കൂൾ എക്സാം എന്ന് പറഞ്ഞാൽ. അത്യാവശ്യം നല്ല രീതിയിൽ കോമ്പറ്റീഷൻ ഉണ്ട്, ഒത്തിരി പേരുകൾ എഴുതുന്നതാണ് അല്ലേ. അപ്പം അതിനനുസരിച്ച് നിങ്ങൾക്ക് പഠിക്കാനായിട്ട് നമ്മുടെ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു കോഴ്സ്, പ്രീ പ്രൈമറിയുടെ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ റെക്കോർഡഡ് ക്ലാസ്സുകളുണ്ട് വിത്ത് PDF നോട്ട്സുകൾ, ക്വസ്റ്റ്യൻസുകൾ. വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകൾ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ മോഡൽ എക്സാംസുകൾ ഓരോ വീക്കിലും നമുക്ക് മോഡൽ എക്സാംസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ നല്ലൊരു മെന്ററിന്റെ സപ്പോർട്ടോട് കൂടിയും
ആണ് നമ്മളവിടെ പഠിച്ചു പോകുന്നത്. അപ്പോൾ എല്ലാവരും മറക്കാതെ ജോയിൻ ജോയിൻ ചെയ്യേണ്ട കോൺടാക്ട് നമ്പർ ഇതാണ് 8589083568. അപ്പോൾ മറക്കരുത്, പഠിച്ചു തുടങ്ങാം. നമുക്ക് സമയമില്ല എന്ന് വിചാരിക്കുക, പഠിച്ചു തുടങ്ങാം കേട്ടോ. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ജനാധിപത്യ ക്രമമാണ് സാമൂഹിക വളർച്ചയ്ക്കും ഏറ്റവും അഭികാമ്യം എന്ന ദാർശനിക ചിന്താധാര ഉൾപ്പെടുന്നത്. ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജനാധിപത്യ ക്രമം അല്ലെ, ജനാധിപത്യ ക്രമമാണ് സാമൂഹിക വളർച്ചയ്ക്ക് ഏറ്റവും അഭികാമ്യം എന്ന് പറഞ്ഞിരിക്കുന്ന ദാർശനിക ചിന്താധാര. നമ്മൾ ഫിലോസഫേഴ്സിനെ പഠിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ എന്താണ്, ഐഡിയോളജീസ് പഠിക്കണം, ദാർശനിക ചിന്താധാരകൾ പഠിച്ചു വെക്കേണ്ടത്. ഇതിൽ നിന്ന് 2 മാർക്കിന്റെ 1-2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇവിടെ ഏതായിരിക്കാം ആൻസർ ആയിട്ട് വരുന്നത്? പ്രായോഗികവാദം അല്ലെ, പ്രായോഗികവാദം. അവിടെ എന്താണ് പ്രായോഗികവാദം? പ്രാഗ്മാറ്റിസം എന്ന് പറയും അല്ലെ, പ്രാഗ്മാറ്റിസം എന്ന് പറയും. അപ്പൊ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ജനാധിപത്യ ക്രമമാണ് അല്ലെ, ജനാധിപത്യത്തിനെ എന്താണ് സപ്പോർട്ട് ചെയ്തിരിക്കുന്ന ഒരു എന്താണ് ചിന്താധാരയാണ് പ്രായോഗിക വാദം എന്ന് പറഞ്ഞത്. ഇനി അതുകൂടാതെ നമ്മൾ എന്താണ് ആദർശവാദം അല്ലെ, ഓർ ആശയവാദം, അതുപോലെ തന്നെ മാനവികതവാദം, പിന്നെ എന്താണ് പ്രകൃതിവാദം, അതുപോലെ തന്നെ യാഥാർത്ഥ്യവാദം, ഇതുപോലുള്ള ദാർശനിക ചിന്താധാരകളൊക്കെ നമ്മൾ അവിടെ പഠിക്കേണ്ടതുണ്ട്. വെരി വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ ആണ്. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരം പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിൽ കുട്ടികളുടെ പ്രായം ഏത്? ഇത് നിരന്തരം ചോദിച്ചു കണ്ടേക്കുന്നതാണ്. പ്രീ സ്കൂൾ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ പ്രായം ഇവിടെ ഏതായിരിക്കാം? നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും. 3 മുതൽ 6 വയസ്സ് വരെയുള്ള പ്രായം അല്ലെ, 3 മുതൽ 6 വയസ്സ് വരെയാണ് പ്രീ സ്കൂൾ പ്രായമായിട്ട് വരുന്നത്. അപ്പൊ ഏത് വിദ്യാഭ്യാസ നയപ്രകാരമാണ് അത് കാൽക്കുലേറ്റ് ചെയ്തത്? ദേശീയ വിദ്യാഭ്യാസ നയം 2020 പ്രകാരമാണ് അത് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുമ്പോൾ 2020 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരേണ്ട ഒരു ഫോർമുലയുണ്ട് അല്ലെ. ഏതാണത്? 5+3+3+4 അല്ലെ. ഇത് മിക്കവാറും കഴിഞ്ഞ തവണയൊക്കെ ചോദിച്ചു കണ്ടേക്കുന്നത്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിരിക്കുന്നതാണ്. 5+3+3+4 എന്ന് പറയുന്ന ആ ഒരു വിദ്യാഭ്യാസ രീതി കൊണ്ടുവന്നത്, അല്ലെങ്കിൽ ഏത് വിദ്യാഭ്യാസ നയമാണ് എന്നൊക്കെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു കണ്ടേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ എന്താണ്, ദേശീയ വിദ്യാഭ്യാസ നയം 2020. അതുപോലെ ഒത്തിരി വിദ്യാഭ്യാസ നയങ്ങൾ വന്നിട്ടുണ്ട് അല്ലെ. NCF, KCF, ദേശീയ തലത്തിലാണെങ്കിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് തലത്തിലാണെങ്കിലും ദേശീയ നയങ്ങൾ, വിദ്യാഭ്യാസ നയങ്ങൾ ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെയും ബേസ് ചെയ്ത് നമ്മൾ അവിടെ പഠിക്കണം. കാരണം ഇതിൽ നിന്ന് എന്താണ് 2-3 നമുക്ക് മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ ചോദിക്കാവുന്നതാണ്. അപ്പൊ അത് നമ്മളിവിടെ കറക്റ്റ് ആയിട്ട് പഠിച്ചു പോകണം. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പഠന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന രീതി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. യൂണിറ്റ് വിലയിരുത്തൽ, നിദാന ശോധകം, ഇടക്കാല വിലയിരുത്തൽ, നിരന്തര വിലയിരുത്തൽ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഇവാലുവേഷൻ അല്ലെ. ഇവാലുവേഷൻ എന്ന് പറയുന്ന ഒരു സെക്ഷൻ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. വിലയിരുത്തലും അതുപോലെ തന്നെ ഇവാലുവേഷൻ ഒക്കെ പഠിക്കാനുണ്ട് അല്ലെ. അപ്പൊ ആ ഒരു ഏരിയയിൽ നിന്ന് 2-3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ ഇവിടെ എന്താണ് ക്വസ്റ്റ്യന്റെ ആൻസർ ആയിട്ട് വരുന്നത് നോക്കിക്കേ. നിരന്തര വിലയിരുത്തൽ. എന്താണ്? പഠന പ്രക്രിയയുടെ ഓരോ ഘട്ടത്തിലും കുട്ടിയുടെ പഠന പുരോഗതി വിലയിരുത്തുന്ന രീതി ഏത് എന്നാണ് ചോദിക്കുന്നത്. അതാണ് നിരന്തര വിലയിരുത്തൽ. നിരന്തര വിലയിരുത്തൽ. അപ്പൊ യൂണിറ്റ് തല വിലയിരുത്തൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഓരോ യൂണിറ്റിന്റെയും അവസാനത്തിൽ വിലയിരുത്തുന്നത്. ഇനി നിദാന ശോധകം എന്ന് പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് അല്ലെ. എന്താണ് ഡയഗ്നോസ്റ്റിക് എന്ന് പറഞ്ഞാൽ? അതായത് ആ കുട്ടി എന്തെല്ലാം ചലഞ്ചസ് ആണ് ഫേസ് ചെയ്യുന്നത് എന്ന് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെസ്റ്റാണ് നിദാന ശോധകം, ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നോക്കിക്കോളാം. പ്രീ സ്കൂൾ പഠന ബോധന പ്രക്രിയയിൽ കഥകൾ തിരഞ്ഞെടുക്കുന്നതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? സ്വയം വിലയിരുത്താൻ വായിക്കാൻ കഴിയുന്നത്, ക്രിയാത്മക ചിന്തയെ സഹായിക്കുന്നത്, ശബ്ദാനുകരണത്തിന് സാധിക്കുന്നത്, അഭിനയ സാധ്യതയുള്ളത്. അപ്പൊ പ്രീ സ്കൂൾ ആയതുകൊണ്ട് തന്നെ എന്താണ്, കഥകൾ തിരഞ്ഞെടുക്കുമ്പോൾ അവിടെ തിരഞ്ഞെടുക്കേണ്ട അല്ലെങ്കിൽ അവിടെ അതുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? നമുക്ക് ഓപ്ഷൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും സ്വയം വായിക്കാൻ കഴിയുന്നത് അല്ലെ. പ്രീ സ്കൂൾ കുട്ടികളാകുമ്പോൾ എന്താണ് അവിടെ ഏറ്റവും ഇമ്പോർട്ടന്റ് വരുന്നത്? സ്വയം വായനയ്ക്കാണോ? അല്ല അല്ലെ. വായന അവിടെ എടുത്തു പറയുന്നില്ല. അപ്പൊ അവിടെ ബാക്കി എന്തൊക്കെയാണ്? ക്രിയാത്മകമായ ചിന്ത. അതായത് കുട്ടികളുടെ ക്രിയേറ്റിവിറ്റിയെ അല്ലെ, ഓരോ കഥകളൊക്കെ പറയാനായിട്ട് പറയും കുട്ടികളോട് അല്ലെ. അപ്പൊ ക്രിയേറ്റിവിറ്റിയെ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ബൂസ്റ്റപ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ശബ്ദാനുകരണം, അതായത് മറ്റുള്ളവരുടെ ശബ്ദം അനുകരിക്കുക അല്ലെങ്കിൽ പല മോഡുലേഷനിൽ
സംസാരിക്കുക, ഈണത്തിൽ സംസാരിക്കുക, ഇതൊക്കെ എന്താണ് അവിടെ വരുന്നതാണ്, പ്രീ സ്കൂളിൽ വരുന്നതാണ്. അതുപോലെ തന്നെ അഭിനയ സാധ്യതയുള്ളത്, ഓരോ കഥാപാത്രങ്ങളെയും അഭിനയിപ്പിക്കുക അല്ലെങ്കിൽ അഭിനയിക്കുക, അവരുടെ ആ ഒരു മുഖചേഷ്ടകൾ അല്ലെങ്കിൽ കൈ കൊണ്ടുള്ള ആ ഒരു ആക്ഷൻ, ഇതിലൂടെയൊക്കെ എന്താണ് കഥകൾ മറ്റുള്ളവരിൽ എത്തിക്കുക. ഇതൊക്കെ എന്താണ് കുട്ടികളെ കൊണ്ട് അവിടെ ചെയ്യിക്കുന്നതാണ് അല്ലെ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളാം. പ്രീ സ്കൂൾ കുട്ടികൾക്ക് പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ ടീച്ചർ അധികം പരിഗണിക്കാത്ത മേഖല ഏത് എന്നാണ് ചോദിക്കുന്നത്. ഈണം, രാഗം, താളം, ഭാവം. ഏതായിരിക്കും അവിടെ വരുന്നത്? രാഗമാണ് അല്ലെ. അതായത് ഇന്ന രാഗത്തിലാണ് പാടുന്നത്, കാമ്പൂജി രാഗത്തിലാണ് എന്നൊന്നും നമുക്ക് അവിടെ പറയാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ നമുക്ക് അവിടെ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റില്ല അല്ലെ. മറിച്ച് അവിടെ എന്താണ്, ഒരു ഈണം വേണം അല്ലെ, അതുപോലെ തന്നെ ഒരു താളം വേണം, ഒരു ഭാവം വേണം. നമ്മൾ ആക്ഷൻ സോങ് ഒക്കെ പഠിക്കുന്നത് കാണാം കുട്ടികളെ കൊണ്ട് അല്ലെ. അപ്പൊ അവിടെ രാഗത്തിന് ഇമ്പോർട്ടൻസ് ഇല്ല, എന്താണ് ഈണത്തിന്, താളത്തിന്, ഭാവത്തിനൊക്കെയാണ് അവിടെ ഇമ്പോർട്ടൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഏരിയയിൽ നിന്നൊക്കെയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ അവിടെ നിന്ന് ചോദിക്കുക. അപ്പോൾ ഈ ഏരിയാസ് ഇതുപോലുള്ള ക്വസ്റ്റ്യൻസുകൾ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ്, അതുപോലെ തന്നെ വരാൻ ചാൻസ് ഉള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസുകൾ, ഇതെല്ലാം നമ്മൾ എന്താണ് ലൈവ് ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോകുന്നതാണ്. വീക്കിലി നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സുകളും അതുപോലെ തന്നെ വീക്കിലി എക്സാംസുകളും കോഴ്സിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. താങ്ക് യു.